വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാട്ടോ. കുറേ ദിവസമായി ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുറേ ബിസി ആയിരുന്നു കേട്ടോ. കുറച്ച് ബിസി ആയിരുന്നു, ഒരാഴ്ച കൂടുതലായെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോസൊക്കെ ഇട്ട്. കുറച്ച് ബിസി ആയിരുന്നു. എനിക്ക് എക്സാം കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ അതിൻ്റെ കോൺസെൻട്രേഷനായിരുന്നു. അതുപോലെ തന്നെ വേറെ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് പൊട്ടി കേട്ടോ. ജസ്റ്റ് എൻ്റെ സ്റ്റാൻഡ് തവിട്ട് പൊടിക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്താൽ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഇനി എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ രാവിലെ ചേട്ടൻ്റെ അമ്മയാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ രാവിലെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടൊക്കെ അതൊന്ന് സഹായിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് സ്ഥിരമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നും ഏട്ടനും ഉണ്ണിച്ചേട്ടനും കൂടെ നേരെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ആൾ വന്ന് നിൽക്കുക കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് പോയാലോ. ഹായ് ഗൈസ്. ഹായ് പറയടി. ഹായ് പറ. ഹായ്. തൊഴുതാ പൊന്നെ പൊന്നെ. അപ്പൊ ഇങ്ങോ ഇതൊക്കെ സംഭവമാണ്. വാ. ഞാൻ പുറത്ത് നിൽക്കണോണ്ട് പൊന്നുവിന് പിന്നെ എൻ്റെ അടുത്ത് പുറത്തോട്ട് വരണം കേട്ടോ. അതിനായിട്ട് പിന്നെ അവളെ പുറത്ത് വിട്ടു കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ മഴ പെയ്തുകൊണ്ട് നല്ലപോലെ ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ട് ഇപ്പം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഒരു ഹോം ടൂർ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു ഹോം ടൂർ ഇടുന്നതായിരിക്കും. ടാറ്റ പൊന്നു, ടാറ്റ പറ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി കേട്ടോ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പൊന്നിന് പിന്നെ ഇറച്ചിലായി ബഹളമായി. അവളെയും കൂടെ കൊണ്ടുപോയേ പറ്റൂ. അങ്ങനത്തെ ഒരവസ്ഥയായിട്ട് രണ്ടുപേരും പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ വിചാരണ കാല് പിടിച്ച് കരഞ്ഞൊക്കെ പറയുകയാണ്. പിന്നെ ഞാൻ പിടിച്ച് നിർത്തി കേട്ടോ. എല്ലാവരും ഓരോ വഴിക്ക് പോയിട്ടോ ജോലി അതായത് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ചേട്ടനും എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അച്ഛനൊക്കെ പിന്നെ വെച്ചാൽ അമ്മയൊക്കെ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ട്. അപ്പോൾ ഞാനും പൊന്നും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ കുറച്ച് പണികളാണ് ഇനി ഉണ്ട്. അപ്പോൾ ജോലികളൊക്കെ ചെയ്യിച്ചു വരാം കേസ്. അപ്പോൾ കിച്ചണങ്ങ് നല്ല അലങ്കോലമായിട്ട് കിടക്കട്ടെ. രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി അത് ഒതുക്കാനുള്ള പണികളാണ്. അച്ഛൻ പോയാ. അപ്പോൾ ഗൈസ് രാവിലത്തെ കാപ്പി കുടിക്കാം കേട്ടോ. രാവിലത്തെ കാപ്പി കുടിച്ചിട്ട് പിന്നെ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി കേട്ടോ. പിന്നെ ഫുള്ള് ഇനി അടിച്ചൊതുക്കുക തന്നെയാണ് ജോലി. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും പൊന്നും പിന്നെ വലിയച്ഛനൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ പാത്രങ്ങളെല്ലാം നല്ല കഴുകിയിട്ട് ഇനിയും കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ
അപ്പോൾ എല്ലാം ഷട്ടപ്പട്ടേന്ന് അങ്ങ് ചെയ്ത് തീർക്കാട്ടോ. ചെയ്ത് തീർത്താൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നെ മേശയുടെ പുറമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടാട്ടോ. കാരണം അവിടെ എല്ലാ സാധനങ്ങളും കൊണ്ട് വാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വാരി ഒതുക്കി ഒന്ന് വെക്കാട്ടോ. അപ്പോൾ അടുത്ത് പിന്നെ വീടിനകമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാം കേട്ടോ. ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് തൂത്ത് വൃത്തിയാക്കി അടിച്ചു വാരി ഇട്ടാൽ മതി. കുറച്ച് ചവറുകളുണ്ടായിരുന്നു കേട്ടോ. ഈ പൊന്നു തന്നെ അവൾ തന്നെ കുറേ കളിപ്പാട്ടങ്ങളും അതും ഇതുമൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒതുക്കലാണ് ആദ്യത്തെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. അപ്പോൾ ഗൈസ് തന്നെ കുറേയേറെ പണികൾ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്ന് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് സ്കിൻ കെയർ ഒക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുണി നനയ്ക്കണം. അങ്ങനത്തെ ചെറിയ പണികളാണ് ഇനിയുള്ള കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ മുഖത്ത് പാക്കൊക്കെ ഇടും. അത് എല്ലാ ദിവസവും ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ പാക്കുകളൊക്കെ ഇടും. പിന്നെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാക്കുകൾ ഇങ്ങനെ ഇടും. അപ്പോൾ ഗൈസ് ഞാൻ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്ന മഞ്ചിഷ്ട പൗഡർ ആട്ടോ. അത് മഞ്ചിഷ്ട ഇത് വേരാണ്. അത് വാങ്ങാൻ കിട്ടും കേട്ടോ അങ്ങാടി കടയിലൊക്കെ. അത് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ എനിക്ക് അത്ര ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് പാലൊക്കെ ഉപയോഗിച്ച മുഖത്ത് തേക്കുന്നത്. ഞാൻ ചില സമയം കുറച്ച് അരിപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്യും കേട്ടോ. അത് ഓരോ സമയം ഞാൻ ഓരോന്ന് മാറ്റി ഉപയോഗിക്കും കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞോട്ടോ. വിളിക്കാൻ വേണ്ടി പോകട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്യും. അപ്പോൾ ഇത് വന്നിട്ട് മഞ്ചിഷ്ടയുടെ പൊടി കേട്ടോ. അപ്പോൾ മഞ്ചിഷ്ട വാങ്ങാൻ കിട്ടും. റൂട്ടാട്ടോ അത് മഞ്ചിഷ്ട. ഞാൻ പുറത്താട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് കാക്കകളൊക്കെ പലയിടത്തും ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ മഞ്ചിഷ്ടയുടെ പൊടിയാണ് അത്. അപ്പോൾ ഇതിൻ്റെ പാലും തൈരും കൂടെ മിക്സ് ചെയ്തതാട്ടോ. ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചോറ് മീൻകറി അതുപോലെ തന്നെ സാമ്പാർ കൂട്ടം ഞാൻ എടുത്തത്. വേറെ കൂട്ടാനുണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് തൊഴിലുറപ്പിൽ വന്നിട്ട് ചോറ് കഴിച്ചിട്ട് ഇനി തിരിച്ച് വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇനി ഉണ്ണിച്ചാട്ടൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഇനി അപ്പോൾ ചേട്ടൻ്റെ അച്ഛനും വരാറുണ്ട് കേട്ടോ. അവരൊക്കെ ഉച്ചയ്ക്കാണ് ചോറ് കഴിക്കുന്നത്. ഉണ്ണിച്ചാട്ടനാണ് ചോറ് കൊണ്ടുപോകണത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ വൈകിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്ന് നിൽക്കുകയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ. പിന്നെ പൊന്നുനെ കിടത്തി ഉറക്കി കേട്ടോ. ഇല്ലെങ്കിൽ ആളിവിടെ അലമ്പാക്കുക. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. വന്നിട്ട് തന്നെ എണീക്കും. ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോൾ എല്ലാവരും എണീക്കും കേട്ടോ. ഹേ ഗൈസ്, പിന്നെ ഇനി ഏട്ടൻ വരാറുണ്ട്. ചേട്ടൻ വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കണം. പിന്നെ പൊന്നു ഉറക്കത്തിലാണ്. അപ്പോൾ അവൾക്കും എനിക്ക് ഫുഡൊക്കെ കൊടുക്കണം. ഒരു രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൊരു കുട്ടി വ്ളോഗാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരാം. ഒരു ചലഞ്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതിന് 10K ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. 10K ലൈക്കിൻ്റെ ഉറപ്പായിട്ട് ഞാൻ ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.